1943 ജൂണിലെ ഒരു ദിനം. നേരം പകൽ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. യുക്രൈനിയൻ നഗരമായ എൽവീവിലെ മാർക്കറ്റിൽ നിന്നും ഷോപ്പിംഗ് കഴിഞ്ഞ് കുതിരവണ്ടിയിൽ അവൾ മടങ്ങി വരികയാണ്. സോബിബോർ ഉന്മൂലന ക്യാമ്പിലേക്ക് തടവുകാരെ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ച സ്പെഷ്യൽ റെയിൽവേ പാളത്തിനടുത്തെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഏതാണ്ട് 6 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള 6 കുട്ടികൾ. കുതിരവണ്ടി കണ്ടപ്പോൾ കുട്ടികളൊന്ന് പേടിച്ച് പരുങ്ങി. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ പാടുപെട്ട് അവർ കൂട്ടിപ്പിടിച്ചു. ഗ്യാസ് ചേമ്പറിലേക്ക് പോകുന്ന തിരക്കേറിയ ജൂഡൻ വാഗണിൽ നിന്ന് കുട്ടികൾ എങ്ങനെയോ രക്ഷപ്പെട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി. കുതിരവണ്ടിക്കാരനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഒന്നുകൂടി അവൾ ആ കുട്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അത് ജൂത കുട്ടികളാണെന്ന് ഉറപ്പാക്കി. വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി കുട്ടികളുടെ അടുത്ത് ചെന്നു. അവരാകെ പേടിച്ചിരുന്നു. അവൾ അവരോട് വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും അവരുടെ പേടി കുറച്ചൊന്ന് മാറിയതുപോലെ. നിങ്ങളാകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ മക്കളെ, വിശക്കുന്നുണ്ടോ എന്നവളോട് സ്നേഹത്തോടെ ചോദിച്ചു. കുട്ടികളെല്ലാവരും തലയാട്ടി. അവരുടെ വിറയ്ക്കുന്ന ദേഹങ്ങൾ കീറിപ്പറിഞ്ഞ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരുന്നു. വിശന്ന് തളർന്ന് വല്ലാതെ ഭയപ്പെട്ട കുട്ടികളെ അവൾ സമാധാനിപ്പിച്ച് അവരുടെ വീടായ ഗ്രാൻഡ് മാനറിലേക്ക് കൊണ്ടുവന്നു. അടുക്കളയിൽ നിന്ന് ഭക്ഷണമെടുത്ത് അവൾ അവർക്ക് സ്നേഹത്തോടെ വിളമ്പി. ആർത്തിയോടെ കുട്ടികളത് കഴിച്ചു. വെയ്മറിനടുത്തുള്ള ഹെർസൻ ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് എർണ കുബ്സ് ജനിച്ചത്. വളരെയധികം ഭൂസ്വത്തുള്ള ഒരു കർഷക ജന്മിയാണ് എർണയുടെ പിതാവ്. സോവിയറ്റ് യൂണിയൻ രൂപീകരണത്തോടെ ഉണ്ടായ വൻപിച്ച ഭൂപരിഷ്കരണ നടപടികളുടെ ഭാഗമായി അവരുടെ അനധികൃതമായ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി. ഇതോടെ എർണയുടെ കുടുംബം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി. പഠനകാലത്ത് എർണയുടെ സ്കൂളിൽ ഒരു ഭർത്താവിനെ കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള തേർഡ് റീച്ചിൻ്റെ ലഘുലേഖ എല്ലാ പെൺകുട്ടികൾക്കും എന്നതുപോലെ എർണയ്ക്കും ലഭിച്ചു. നിങ്ങളുടെ വംശീയ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ദേശസ്നേഹികളും പോരാളികളുമായിരിക്കാൻ അവർ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ടു. അവരുടെ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം എന്നത് ഭാവിയിലെ ഭാര്യമാരും അമ്മമാരും എന്ന നിലയിലുള്ള അവരുടെ ജീവിത രീതി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു. 1936 16 വയസ്സുള്ള എർണ ഹോസ്റ്റ് പെട്രിയെ കണ്ടുമുട്ടി. അവൻ അക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായ ഗ്രേറ്റർ ജർമ്മൻ റീച്ചിനെക്കുറിച്ചും അത് വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവളോട് നിരന്തരം സംസാരിച്ചു. ക്രമേണ അവർ പ്രണയത്തിലായെങ്കിലും എർണയുടെ പിതാവ് ഈ ബന്ധത്തെ എതിർത്തു. എന്നാൽ 1 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ എതിർപ്പ് വകവയ്ക്കാതെ ഇരുവരും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. അടുത്ത വർഷത്തോടെ എർണ ഗർഭിണിയായപ്പോൾ 1938 ഇരുവരും നിയമപ്രകാരം വിവാഹിതരായി. അങ്ങനെ അവൾ എർണ പെട്രിയായി. സ്കൂൾ പഠനശേഷം ഹോസ്റ്റ് പെട്രി ഒരു കർഷകനായി പരിശീലനം നേടുകയും 1935 കൃഷിയിൽ ബിരുദം നേടുകയും ചെയ്തിരുന്നെങ്കിലും പിന്നീട് നാസി പാർട്ടിയിലും തുടർന്ന് SS-ലും ചേർന്നു. 1939 ഡാച്ചവ്, ബുക്കൻവാൾഡ്, തടങ്കൽ പാളയങ്ങളിൽ നിന്ന് ഹോസ്റ്റ് ഷുഷ്ചാവൽ സംഘടനയിൽ പരിശീലനം നേടി. 1942 ജൂണിൽ ജർമ്മൻ ഗവൺമെൻറ് ഹോസ്റ്റിനെ പ്ലാന്റ് മാനേജരായി നിയമിച്ചതിനെ തുടർന്ന് എർണ പോളണ്ടിലെ ഗ്രാൻഡ് മാനർ ഹൗസിലേക്ക് താമസം മാറി. സ്ഥലം മാറി 2 ദിവസത്തിനകം തൻ്റെ ഭർത്താവ് ഒരു തൊഴിലാളിയെ അടിക്കുന്നത് എർണ കണ്ടു. ഹോസ്റ്റ് തൻ്റെ ജോലിക്കാരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് പതിവായിരുന്നു. യുക്രൈനിയക്കാരെയും പോളണ്ടുകാരെയും യഹൂദന്മാരെയും ചാട്ടവാറിനടിക്കുന്നത് ആസ്വദിക്കുന്ന ഒരു സാഡിസ്റ്റ് എന്നാണ് പ്രദേശവാസികളായ കർഷകർ
അയാളെക്കുറിച്ച് പറയുന്നത്. ഇതിനിടെ മറ്റൊരു സംഭവം കൂടി എർണ കാണാനിടയായി. ഒരു മരണ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 4 ജൂതന്മാർ പിടിക്കപ്പെട്ടു. ഹോസ്റ്റ് എർണയോടും അവളുടെ സമീപവാസിയായ മറ്റൊരു സ്ത്രീയോടും, ഇത് ഞങ്ങൾ പുരുഷന്മാരുടെ ജോലിയാണ്, നിങ്ങൾ സ്ത്രീകൾ വെറുതെ ആശങ്കപ്പെടേണ്ടതില്ല. അവർ നോക്കി നിൽക്കെ നടന്നു പോകുന്ന യഹൂദന്മാരെ നിഷ്കരണം ഹോസ്റ്റ് വെടിവെച്ച് കൊന്നു. അതിനു മുൻപേ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഒരു ചെറു പട്ടണത്തിൽ യഹൂദർക്ക് നേരെയുള്ള കൂട്ട വെടിവയ്പിൽ അയാൾ പങ്കെടുത്തിരുന്നു. അതുകൂടാതെ കൂട്ട നാടുകടത്തലിലും നാസികളോട് അനുഭാവം കാട്ടാത്ത കുറേ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത 15 യുക്രൈനിയൻ കർഷകരുടെ കൂട്ടക്കൊലയിലും ഇയാൾ പങ്കെടുത്തിരുന്നു. നാസികളുടെ എതിർപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന പൗരന്മാരെന്ന് സംശയിച്ച് അയാൾ ഒരിക്കൽ യുക്രൈനിയൻ ഗ്രാമത്തിൽ ഗ്രനേഡ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് വിവേചനരഹിതമായി ബോംബിംഗ് നടത്തുകയും തൽഫലമായി 7 ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതൊക്കെ എർണയെ പ്രചോദിപ്പിക്കുകയും തൻ്റെ കർഷക തൊഴിലാളികളെ തുടർച്ചയായി ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. പലപ്പോഴും അവർക്ക് നേരെ മുന്നറിയിപ്പെന്നോണം അവളുടെ മകൻ്റെ മുമ്പിൽ വെച്ച് പോലും വെടിയുതിർക്കും. ഒളിച്ചോടിയ യഹൂദരെ വേട്ടയാടാൻ പലപ്പോഴും തൻ്റെ ഭർത്താവിനൊപ്പം എർണയും ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവൾ 4 ജൂതന്മാരെ സ്വയം കൊന്നുകൊണ്ട് തൻ്റെ വംശീയ വെറി എത്രത്തോളമുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് കുട്ടികളിലേക്ക് മടങ്ങാം. വിശപ്പ് മാറിയ കുട്ടികൾ ക്ഷീണത്തിൻ്റെ ആലസ്യത്തിൽ തളർന്ന് മയങ്ങിപ്പോയിരുന്നു. ഭർത്താവ് വരാൻ വേണ്ടി കുറേ നേരം കാത്തിരുന്നെങ്കിലും വരാൻ വൈകിയേക്കും എന്ന് മനസ്സിലാക്കി എർണ കുട്ടികളെ വിളിച്ച് തൻ്റെ പിന്നാലെ വരാൻ ആംഗ്യം കാട്ടി. ഒന്നും അറിയാതെ പാവം കുട്ടികൾ അവളുടെ പിന്നാലെ നടന്നു. വടക്കേ പോർട്ടിക്കോയുടെയും വെസ്റ്റിബ്യൂളിൻ്റെയും തറയിലെ ടെറാക്കോട്ട ടൈലുകൾക്ക് കുറുകെ പൂന്തോട്ടവും കോഴിക്കൂടുകളും സേവകരുടെ ക്വാർട്ടേഴ്സും ഒക്കെ കടന്ന് അവർ വീടിന് പിന്നിലെ കാടിനുള്ളിലൊരു വലിയ കുഴിക്കരിയിലെത്തി. തിരിഞ്ഞു നിൽക്കാൻ കുട്ടികളോട് നിർദ്ദയം ആജ്ഞാപിച്ചു. വരിവരിയായി കുട്ടികൾ പുറംതിരിഞ്ഞു നിന്നു. മുതിർന്ന കുട്ടികൾക്ക് എന്തോ പന്തികേട് തോന്നിയെങ്കിലും അവരവളെ അനുസരിച്ചു. എർണയുടെ പിതാവ് സമ്മാനമായി നൽകിയ പിസ്റ്റൾ അവൾ കയ്യിൽ കരുതിയിരുന്നു. എർണ ദയയുടെ ചെറിയൊരു കണിക പോലുമില്ലാതെ വെറുപ്പുകൊണ്ട് ചുവന്ന കണ്ണുകളോടെ വിറയ്ക്കാത്ത കൈകൾ കൊണ്ട് ആദ്യം 2 പേരെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് വെടിവെച്ചു. അവർ മരിച്ചു വീണപ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികൾ പതിയെ വിമ്മി കരയാൻ തുടങ്ങി. പക്ഷേ ഓടിപ്പോവാൻ കഴിയാത്തത്ര ഭയം കൊണ്ടവർ തളർന്നിരുന്നു. എന്നാൽ അതൊന്നും ബാധിക്കാത്ത ആ സ്ത്രീ ഒട്ടും പതറാതെ ബാക്കി കുട്ടികളെയും ഓരോരുത്തരെയായി തലയ്ക്ക് പിന്നിൽ ഈ കുട്ടികൾ അവർ ഭരണകൂടത്തിൻ്റെ ശത്രുക്കളും അതുകൊണ്ട് തന്നെ കൊല്ലപ്പെടേണ്ടവരുമാണെന്ന് അവൾ കരുതി. അതുകൊണ്ട് അതിലവൾക്ക് യാതൊരു പശ്ചാത്താപവും തോന്നിയില്ല. അത്രമേൽ ആഴത്തിൽ കപട ദേശസ്നേഹവും വംശീയതയും അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. 1944 സോവിയറ്റ് ചെമ്പടയുടെ മുന്നേറ്റത്തെ തുടർന്ന് പെട്രിയും എർണയും അവരുടെ മേനറിൽ നിന്ന് പലായനം ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ ഹോസ്റ്റ് തൻ്റെ SS ടാറ്റു നീക്കം ചെയ്തു. US സൈനികർ അയാളെ തടവിലാക്കിയെങ്കിലും 1945 മെയ് മാസത്തിൽ എന്തോ കാരണത്താൽ അയാൾ മോചിപ്പിക്കപ്പെട്ടു. 1957 വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും ഉണ്ടായി. 2 പെട്രീസിനെയും മാസങ്ങളോളം ചോദ്യം ചെയ്തു. ഹോസ്റ്റ് ആദ്യം തന്നെ കുറ്റസമ്മതം നടത്തി. എന്നാൽ എർണ ആദ്യം എല്ലാം നിഷേധിച്ചെങ്കിലും ഏകദേശം 1 മാസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം കുറ്റം സമ്മതിച്ചു. എന്തുകൊണ്ടാണ് ഇതുവരെ കുറ്റം സമ്മതിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിക്ഷയെ ഭയക്കുന്നുണ്ടെന്നും എന്നാൽ തൻ്റെ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തം ഭർത്താവ് ഏറ്റെടുക്കുമെന്ന് കരുതിയെന്നുമാണ് അവൾ മറുപടി പറഞ്ഞത്.
എന്തിനാണ് നിങ്ങൾ ജൂതന്മാരെയും കുട്ടികളെയും വെടിവെച്ചത് എന്ന ചോദ്യത്തിന് അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ സഹപ്രവർത്തകർ യഹൂദരുടെ കൂട്ട വെടിവയ്പ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ട് ഒരാളെ എങ്ങനെ കൊല്ലാം എന്ന് ഞാൻ പഠിച്ചിരുന്നു. എനിക്ക് 25 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ചെറുപ്പവും അനുഭവപരിചയവുമില്ല. ഷുട്ട്സ്റ്റാഫലിലിരുന്ന് ജൂതന്മാരെ വെടിവെച്ച് കൊല്ലുന്ന എൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ മാത്രമാണ് ഞാൻ ജീവിച്ചത്. ഞാൻ മറ്റ് സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തുന്നത് വളരെ വിരളമാണ്. അതിനാൽ ഈ സമയത്ത് ഞാൻ കൂടുതൽ കഠിനമായ മനസ്സിനുടമയും നിർവികാരയുമായി. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പുരുഷന്മാരെ പോലെ പെരുമാറാൻ കഴിയുമെന്ന് അവരുടെ മുമ്പിൽ തെളിയിക്കണമായിരുന്നു. ഷുട്ട്സ്റ്റാഫലിലെ പുരുഷന്മാർ നിരന്തരം ജൂതരെയും അവരുടെ കുട്ടികളെയും വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നു. അവസരം ഒത്തുവന്നപ്പോൾ അങ്ങനെ ഞാനും 4 ജൂതന്മാരെയും 6 ജൂത കുട്ടികളെയും വെടിവെച്ച് കൊന്നു. 2 കുട്ടികളുടെ അമ്മയായ നിങ്ങൾക്ക് എങ്ങനെ നിരപരാധിയായ ജൂത കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞു എന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചു. ഞാൻ എങ്ങനെയാണ് ഇത്ര ക്രൂരമായും അപലപനീയമായും പെരുമാറാൻ കഴിയുന്ന അവസ്ഥയിൽ ആയിരുന്നതെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ഫാസിസത്തിനും വംശീയ നിയമങ്ങൾക്കും ഞാൻ വളരെയേറെ വിധേയയായിരുന്നു. അവർ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് യഹൂദന്മാരെ നശിപ്പിക്കണം. ഈ മാനസികാവസ്ഥയിൽ നിന്നാണ് ഞാൻ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയത്. അവരുടെ വിചാരണയ്ക്കിടെ കുട്ടികളുടെ വെടിവയ്പ്പിൽ താൻ ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് ഹോസ്റ്റ് എർണയോട് പറഞ്ഞതായി അവൾ മൊഴി നൽകി. എന്നാൽ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യരുതെന്നും അയാൾ പറഞ്ഞിരുന്നു. എർണ ഒരു സിവിലിയനായിരുന്നതിനാൽ ജൂതന്മാരെ കൊല്ലാൻ അധികാരമില്ലായിരുന്നു. വാർത്ത പ്രചരിച്ചാൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഹോസ്റ്റ് അവളോട് പറഞ്ഞിരുന്നു. 2 ഏറ്റുപറച്ചിലുകളും അവരുടെ വിശദീകരണങ്ങളും പരസ്പര പൂരകങ്ങളായിരുന്നതുകൊണ്ട് തുടർ നടപടികൾക്കായി തെളിവുകൾ പ്രാദേശിക പ്രോസിക്യൂട്ടർക്ക് കൈമാറി. അവർ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ 2 പേരിലും ചുമത്തി. 962 സെപ്റ്റംബറിൽ എർണയും അവളുടെ ഭർത്താവും എർഫർട്ടിൽ വിചാരണ നേരിട്ടു. 17 സാക്ഷികൾ അവർക്കെതിരെ മൊഴി നൽകി. 962 സെപ്റ്റംബർ 15-ന് എർണയെ ജീവപര്യന്തം തടവിനും ഹോസ്റ്റിനെ വധശിക്ഷയ്ക്കും വിധിച്ചു. മനുഷ്യനെ മൃഗത്തെപ്പോലെ കണ്ട ഫാസിസം പല കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉപജ്ഞാതാക്കളുടെ എല്ലാം അവസാനം ഏതാണ്ട് ഒരുപോലെയായിരുന്നു. അവരുപേക്ഷിച്ചു പോയ വെറുപ്പിൻ്റെ വിത്തുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്.